ഞാൻ വായിക്കുന്ന പുസ്തകം എന്താണ് നമ്മുടെ പെരുമാൾ മുരുകൻ, ഒരു തമിഴ് എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് ഇരുക്ക് ചെടികൾ എന്നാണ്. അപ്പോൾ ഇതിലൊരു 14 കഥകളാണ് ഉള്ളത്. നിലവിൽ ഇതിലൊരു 14 കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്കറിയാലോ. അദ്ദേഹം വളരെ വിവാദമുണ്ടാക്കിയ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതിശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാലത്ത് അദ്ദേഹം എഴുത്ത് നിർത്തുകയും ഇനി ഞാൻ എഴുതില്ല എന്ന് പറയുകയും അയാൾക്കെതിരെ ക്രിമിനൽ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഹിന്ദുത്വ തീവ്രവാദികളുടെ. അപ്പോൾ ക്രിമിനൽ കേസുകളൊക്കെ ഒരു 2-3 വർഷം മുൻപാണ് ഇതെല്ലാം തീർത്തു കൊടുത്തത് ഹൈക്കോടതി. അതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും എഴുതാൻ തുടങ്ങിയത്. ഇത് പഴയ അദ്ദേഹം എഴുതുന്ന കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇരുക്ക് ചെടികൾ എന്നാണ് ആ കഥയുടെ പേര്. കഥാവായനയാണ് ചെയ്യേണ്ടത്, എന്നാലും ഞാൻ കുറച്ച് വായിച്ച ശേഷം പിന്നെ പറയാം. ഇരുക്ക് ചെടികൾ. സന്ധ്യ മയങ്ങുന്ന നേരം അയാൾ ജോലി കഴിഞ്ഞ് മറ്റുള്ളവരോടൊപ്പം വയൽവരമ്പിലൂടെ നടന്നു വരുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കൂടെയുള്ളവർ ഉടൻ തന്നെ അയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിച്ച് അവരെ തിരിച്ചയച്ചു. മധ്യവയസ്കൻ. അയാളെ ആശ്രയിച്ച് വലിയ ഒരു കുടുംബമുണ്ട്. എല്ലാവരും ജോലിക്കാരാണ്. 3 ആൺമക്കളും 2 പെൺമക്കളും. പെൺകുട്ടികളുടെ എല്ലാം കെട്ടിച്ചയച്ചു. ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞ മാസത്തിലാണ് നടന്നത്. പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിരുന്നാൽ അയാളുടെ ബാധ്യതകളെല്ലാം തീർത്തിരുന്നു. എങ്കിലും ഇനിയുള്ള 2 പേരുടെ വിവാഹം കൂടി കാണാനുള്ള യോഗം അയാൾക്കില്ലാതെ പോയല്ലോ എന്ന് പലർക്കും സങ്കടം വന്നു. വന്നു കയറിയ മരുമകളുടെ ദോഷം കൊണ്ടാണ് അയാളെ നേരത്തെ വിളിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്തായാലും അയാൾക്ക് കിട്ടിയത് സുഖമരണമാണ്. ഞാൻ ബാക്കി കഥ പറയാം അതിനുശേഷം. പിന്നെ അങ്ങനെ അയാൾ മരിച്ചു. അപ്പോൾ അയാൾ നല്ല കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അയാൾ മരിച്ച് ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒപ്പാര പാടുക പറഞ്ഞു. ഒപ്പാര പറഞ്ഞാൽ മൃതദേഹത്തിന് ചുറ്റും ഒപ്പാരി പാടി സ്ത്രീകളൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാടുന്ന ഒരു പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ രാത്രികളിൽ ആൾക്കാർ ബന്ധുക്കളൊക്കെ അതൊക്കെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് എല്ലാവരും ദുഃഖങ്ങൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടി ആ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് നേരം പുലർന്ന് അവിടെയുള്ള ജനങ്ങൾ, നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഇദ്ദേഹത്തിന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ശവമഞ്ചത്തിൽ ചുമലിലേറ്റി അവിടെ ഉണ്ടാവുമല്ലോ നാണയത്തൂട്ടൊക്കെ നെറ്റിയിൽ വെച്ച് പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് അങ്ങനെ ആ ശവത്തിനെ ഇവർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണം. ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിൽ പാടുന്നുണ്ടാവും. അവിടുത്തെ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുട്ടി പാടുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ ശവം ഏറ്റിയിട്ട് ശ്മശാനത്തിൽ പോവുകയാണ്. ശ്മശാനത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഏറ്റവും പുറകിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സംശയം, ഈ മൃതദേഹം അനങ്ങുന്നുണ്ടോ എന്നൊരു സംശയമില്ല, അത് മൃതദേഹം അനങ്ങുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി നിലവിളിച്ചു കൊണ്ട് ഓടി. ശവം ചുമന്ന് നടക്കുന്നവർക്ക് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ശവം എണീറ്റ് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ ശവത്തിന് ജീവൻ വന്നത് കണ്ട് ഇവരെല്ലാവരും പേടിച്ച് ഈ ശവത്തിനെ അവിടെ ഇടും. ഇട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ഓടിപ്പോകും. ശവം എണീറ്റ് നോക്കുമ്പോൾ സമയത്ത് ശവത്തിന് തന്നെ തോന്നി, ഞാൻ ശവം അല്ലല്ലോ, ഒരു ജീവനല്ലേ, അപ്പോൾ ഞാനിപ്പോൾ ശവമായി കിടക്കണം. അയാൾക്ക് തോന്നുന്നു മനസ്സിൽ, ഞാൻ എത്ര ദിവസമായിട്ടുണ്ടാവില്ലേ മരിച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ പണി കഴിഞ്ഞ് വരുന്നവർ മാത്രം ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഞാൻ ശവമായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നെ കുഴിച്ചിടാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, അവർ അടക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമോ, അതേ സ്വീകരിക്കാതിരിക്കുമോ, ആ ഒരു ഭയം അയാളിലുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ശവം ഇവിടെ കൊണ്ടുവന്നില്ല, എനിക്ക് എൻ്റെ അടക്കാനുള്ള കുഴി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം അയാൾക്കുണ്ടായി. അങ്ങനെ അയാൾ ശ്മശാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല തണുത്ത അന്തരീക്ഷങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, ഇരുട്ട് പടർന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഉച്ച സമയമാണ്. അപ്പോൾ അദ്ദേഹം ഈ മരിച്ച ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുഴിച്ചിട്ട കുഴി കാണാൻ പോകുന്ന സമയത്ത് അയാൾ നോക്കുമ്പോൾ കൂർത്ത ചരൽക്കല്ലുകൾ നിറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഉൾക്കൊള്ളാത്ത രീതിയിലുമുള്ള ഒരു ശവക്കുഴിയാണ് കണ്ടത്. അയാൾ മുഴുവൻ നാട്ടുകാരെയും സ്വന്തം മക്കളെ അയാൾ ശപിക്കും. കാരണം വെച്ചാൽ ഒരു സ്ഥലം പോലും എനിക്ക് ഇവർ കുഴിച്ചിടാൻ വേണ്ടി ചെയ്തില്ലല്ലോ, ഈ കയ്യും കാലും ചുരുട്ടിയിടുന്ന ഒരു തരത്തിലാണല്ലോ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ ആകെ വിഷമായി. എത്ര നല്ല സ്ഥലങ്ങളുണ്ട്, സാരമില്ല, അയാളങ്ങനെ മനസ്സിൽ കരുതി. അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ഒച്ച കേൾക്കുമ്പോൾ അയാൾ എന്താണ്, ആരെങ്കിലും എന്നെ കൂട്ടിയിട്ട് വരാൻ വന്നതാണോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇദ്ദേഹം അവിടെ നോക്കുമ്പോണ്ട് നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. കൂടെ ഇയാൾക്ക് പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തുണ്ട്. അപ്പോൾ ഉറ്റ സുഹൃത്ത് ഇയാൾ പേരെടുത്ത് വിളിച്ചു. അപ്പോൾ ഇയാൾ വിളിച്ചപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് വരരുത്,
നിങ്ങളെ ഒരു കാരണവശാലും ഇനി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കില്ല. കാരണം ഗ്രാമത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരാൾ മരിച്ചിട്ട് ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കേണ്ട. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുടിൽ ഈ ശ്മശാനത്തിൽ കെട്ടിത്തരും. അപ്പോൾ ആ കുടിൽ ഇനി കഴിഞ്ഞാൽ മതി, അതുവരെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. അപ്പോൾ ഇയാൾക്കാകെ വിഷമായി. അയാൾ വിചാരിച്ച് എന്നെ ഇവർ കൊണ്ടുപോകാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെന്നെ കൊണ്ടുപോകില്ല. അവർ ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു കുടിലും കെട്ടിക്കൊടുത്തു. പിന്നെ അവർ തന്നെ ഒരു ഇളകിയാടുന്ന രീതിയിലുള്ള ഒരു കട്ടിലും കൊണ്ടുവന്നു ഇവർക്ക്. ഈ ശവം അടവത് വരെ ഒരു മറഞ്ഞിരുന്നതെല്ലാം കണ്ട് ഇയാൾ കിടന്നു. ശവമായി കിടക്കുന്ന ഈ മനുഷ്യൻ അയാളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു പോയി. ഇയാൾക്ക് പകലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാത്രിയാകുമ്പോൾ ഇയാൾക്ക് പേടിയാകാൻ തുടങ്ങി. ഇതിനുള്ളിൽ കയറി കിടന്നപ്പോൾ രാത്രിയാകുമ്പോൾ ഈ പ്രേതങ്ങൾ വന്നിട്ട് വളരെയധികം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇയാൾക്ക് ആകെ ഭയമായി. ഭയങ്കര അവരുടെ സീൽക്കാര ശബ്ദമൊക്കെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇയാൾ ഒരു കണക്കിന് നേരം വെളുപ്പിച്ചു. തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശവമടക്കിന് വരുന്നവർ മൺപാനിയിൽ മുക്കി കിടക്കാൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇയാൾ പോയി ആ വെള്ളം കുറച്ച് കോരി കുടിച്ചു. വളരെ മധുരതരമായ വെള്ളമായിരുന്നു അത്. ഇത്രയും മധുരമരമായ വെള്ളം നമ്മുടെ ഗ്രാമത്തിൽ പോലും ഇല്ലല്ലോ. അയാൾ അതിശയപ്പെട്ടു. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഇനി ഒരിക്കലും വരില്ല എന്നുള്ള, എൻ്റെ മക്കൾ വരില്ല തോന്നുന്നു. എന്നാലും അയാൾ ആൺമക്കളെ പ്രതീക്ഷിച്ചു. കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു. ആൺമക്കൾ ആരെയും കാണാനില്ല. ഒരു ദിവസം കഴിഞ്ഞു. അയാൾ വിചാരിച്ചു എന്നാൽ എൻ്റെ പെൺമക്കളെങ്കിലും വരുമായിരിക്കും എന്ന്. ഇല്ല, പെൺമക്കളും ഇല്ല. പിന്നെ അയാൾ വിചാരിച്ചു എൻ്റെ എന്തായാലും ഭാര്യ, അവൾ വരാതിരിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ അവളെ അത്രയും നോക്കിയതല്ലേ, അവൾ എന്നെ വിട്ടിട്ട് പോവില്ല, അവൾ എന്തായാലും തിരിച്ചു വരും, എന്നെ വിളിച്ച് കൂട്ടിയിട്ടും ഇല്ല. അന്നേരം 1-2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആരെയും കാണുവാനില്ല, ആരും വന്നില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി ആരും ഈ ശ്മശാനത്തിൽ തന്നെ എൻ്റെ ജീവിതം പോവും, എന്നെ ഗ്രാമത്തിലേക്ക് ആരും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അയാൾക്ക് വിഷമാവും. അപ്പോൾ അയാൾ അങ്ങനെ കടന്നു നോക്കുമ്പോൾ അയാൾക്ക് ഇവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല, പണിക്കാരനാണല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അവിടെ കിടക്കുന്ന പച്ചക്കറികളുടെ കുറേ ചെടികളൊക്കെ കണ്ടു, അതിൽ പഴങ്ങളുടെ ചെടികളൊക്കെ കണ്ടു. അതൊക്കെ കൊണ്ട് അയാൾ അവിടെ പറ്റാവുന്ന രീതിയിൽ അയാൾ കുഴികളൊക്കെ എടുത്ത് അതിനെയൊക്കെ കുഴിച്ചിടാൻ തുടങ്ങി. കുഴിച്ചിട്ട് നട്ട് നനച്ച് ഈ കിണറിൽ നിന്ന് വെള്ളം കോരി നട്ട് നനച്ച് വളർത്താൻ തുടങ്ങി. അപ്പോൾ നിറയെ പക്ഷികളുണ്ടായിരുന്നു അവിടെ. ആ പക്ഷികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ വന്ന് കൂടും, രാവിലെ ആകുമ്പോൾ പോകും. അങ്ങനെ കുറേ പക്ഷികളുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഫലങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ കിണറിലെ വെള്ളം കോരി അതൊക്കെ നനച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇയാളുടെ പൂന്തോട്ടവും ഈ പഴങ്ങളുള്ള സസ്യങ്ങളും കുറച്ച് ഇതൊക്കെ വളരെയധികം വളർന്ന് നിറയെ പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇര തേടി പക്ഷികളൊന്നും പോവാതായി. കാരണം ചില അവരുടെ ഇഷ്ടം പോലെ തിന്നാൻ കിട്ടുന്നുണ്ട്, അപ്പം പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പക്ഷികളൊക്കെ അവിടെ തന്നെ നിന്നു. പല പുറമേയുള്ള പക്ഷികളും വന്നിട്ട് അവിടെ കൂടി. അപ്പോൾ ഇയാൾ ഈ എല്ലാ ചെടികളും രാവിലെ നനച്ച് അപ്പോൾ അന്ന് പിന്നെ ഇയാൾക്ക് എന്താ വെച്ചാൽ രാത്രികളിലൊന്നും ഇപ്പോൾ ഭയമില്ലാതായി. കാരണം വെച്ചാൽ ഈ ജോലിയുടെ തളർച്ച കാരണം അയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് പേടി കുറഞ്ഞു. അപ്പോൾ പിന്നെയും എപ്പോഴെങ്കിലും അയാൾ ഉണർന്ന് നോക്കുമ്പോൾ അയാൾക്ക് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ പ്രേതങ്ങളുടെ സീൽക്കാര ശബ്ദമായിട്ട് അയാൾ പൊരുത്തപ്പെടാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോണ്ട് ഒരാൾ അതേപോലെ മരിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അടക്കം നോക്കുമ്പോൾ ഇയാളുടെ 2 മക്കൾ അതിലുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വരുമോ എന്ന് ഇയാൾ നോക്കിയിരുന്നു. പക്ഷേ അവരാരും ഇങ്ങോട്ട് വന്നില്ല. അവർ വന്ന പോലെ ആ ശവം മടക്കിയിട്ട് അവർ തിരിച്ചു പോയി. അപ്പോൾ ഇയാൾ മനസ്സിലായി, കാരണം വെച്ചാൽ ഇനി ഒരിക്കലും മനുഷ്യരാരും എന്നെ കൊണ്ടുപോകില്ല, ഞാൻ ഈ ശ്മശാനത്തിൽ തന്നെ കിടക്കും എന്നുള്ള ബോധം വന്നു. അപ്പോൾ അയാൾ നാൾക്ക് അയാളുടെ ചെടികളിലും കാര്യങ്ങളും വിസ്തൃത കൂടി വന്നു. അയാൾക്ക് ഒറ്റയ്ക്ക് ഇത് നട്ട് നനച്ച് പരിപാലിക്കാൻ പറ്റാതെ, കാരണം വെച്ചാൽ അത്രയും സാധിക്കാതായി. അത്രയും ചെടികളും മറഞ്ഞു. ആ ശ്മശാനം ഏകദേശം പൂർണ്ണമായിട്ടും അയാൾ ഫലമൂലാദി സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായി. അപ്പോൾ ഏത് സമയം കിളികളുടെ പാട്ടുകൾ എല്ലാം സുഖമായി കേൾക്കാൻ തുടങ്ങി. പിന്നെ അയാൾ രാത്രി കിടക്കും. അപ്പോൾ അയാൾക്ക് ജോലി ഇതാകെ പ്രശ്നമാവില്ല, എനിക്ക് ആരും സഹായത്തിനില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ നട്ട് നനയ്ക്കുമെന്നുള്ളത്. പിന്നെ ഒരു ദിവസം അയാൾ രാവിലെ എണീച്ച് പുലർച്ചയ്ക്ക് നോക്കുമ്പോൾ എല്ലാ ചെടികളിലെ ചുവട്ടിലും നനവുണ്ട്. അപ്പോൾ എല്ലാ ചെടികളും നനച്ചിരിക്കുക. അപ്പോൾ അയാൾക്ക് തോന്നി, രാത്രി അയാൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ ഈ പ്രേതങ്ങൾ ഈ ചെടികളൊക്കെ നനച്ചതായിരിക്കും എന്നുള്ളതായിരുന്നു അയാൾ സ്വപ്നം കണ്ടത്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ശരിയാണ്, എല്ലാ ചെടികളുടെ ചുവട്ടിലും നനവുണ്ട്. അപ്പോൾ അയാൾക്ക് ഉറപ്പിച്ചു, ശരി തന്നെ, പ്രേതങ്ങൾ തന്നെയാണ് അത് നനച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അത് ദിനം പ്രതി ആവർത്തിച്ചു. അപ്പോൾ അങ്ങനെ അയാളും പ്രേതങ്ങളുമായി ചങ്ങാത്തം കൂടി ആ ശ്മശാനത്തിൽ അങ്ങനെ കഴിഞ്ഞു. ആ ശ്മശാനം പൂങ്കാവനമായി. അപ്പോൾ അതുപോലെ ചുടുകാടിൽ കിടക്കുന്ന മനുഷ്യർ പോലും ചുടുകാടിലേക്ക് ഒരു മനുഷ്യനകപ്പെട്ട് ആ സ്ഥലം ഒരു പൂങ്കാവനാക്കിയ പോലെ നമ്മൾ ഈ വായനാ ദിനത്തിൽ വായന നമുക്ക് എല്ലാവർക്കും വലിയൊരു ഗുണം ചെയ്യുമെന്നും കൂടിയാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കഥ കേൾക്കുന്ന